സമ്പാളൂർ സെക്കൻഡ് ഗോവ കേരളത്തിലോ? ഇത് ഒരു ചരിത്രാന്വേഷണ യാത്രയാണ്. കേരള സംസ്ഥാനത്തിന്റെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള പ്രദേശങ്ങളിൽ ഏതൊക്കെ പുണ്യാത്മാക്കൾ ഏതൊക്കെ ദേശങ്ങളിൽ ജീവിച്ചു, ആ ദേശങ്ങളുടെ പുറകിലുള്ള ചരിത്രം എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ സമ്പാളൂർ കേരളത്തിലെ ഗോവ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് കാണാനിടയായി. ഇന്നത്തെ യാത്ര സമ്പാളൂർക്ക്. ഇത് തൃശൂർ നഗരം. ഇവിടുന്ന് നമ്മൾ ഹൈവേ വഴി ചാലക്കുടിയിലൂടെ സമ്പാളൂർ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ആകാശവും പുഴയും ഭൂമി നിറയെ നന്മ ചൊരിയും ഈ പുണ്യഭൂമി. ഇതാണ് ചാലക്കുടി നഗരം. ഉദ്ദേശം ഇവിടെ നിന്ന് 8 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് സമ്പാളൂർ. തൃശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിൽ കാടുകുറ്റി പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് സമ്പാളൂർ ഗ്രാമം. ചാലക്കുടിയിൽ നിന്നും ഈ ഹൈവേ വഴി യാത്ര ചെയ്താൽ ഡിവൈൻ നഗറിലെത്താം. ഡിവൈൻ ധ്യാനകേന്ദ്രമാണ് ഈ കാണുന്നത്. ഇതിന് സമീപമുള്ള കാടുകുറ്റി റോഡിലൂടെയാണ് നമ്മൾ സമ്പാളൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അന്നനാട് ദേവാലയം. ഇത് കാടുകുറ്റിപ്പള്ളി. ഈ ദേവാലയത്തിന്റെ സമീപത്തു കൂടിയാണ് ചാലക്കുടി പുഴ ഒഴുകുന്നത്. നമുക്കറിയാം, വിദേശീയർ ഭാരതത്തിലേക്ക് എത്തിയത് ജലപാതകൾ വഴിയാണ്. പണ്ട് 1496 വാസ്കോഡിഗാമ ഭാരതത്തിൽ വന്ന് ഇറങ്ങിയത് പായക്കപ്പലിലായിരുന്നു. അന്ന് ചാലക്കുടി പുഴയും പെരിയാറും ചേർന്നുള്ള ആ ജലപാത ഇവിടെ മാരാങ്കുഴി വരെ എത്തിയിരുന്നു. ആ വഴിയിലൂടെയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും മറ്റു പുണ്യാത്മാക്കളും ഒക്കെ നമ്മുടെ നാട്ടിൽ വന്ന് എത്തിയത്. അങ്ങനെ ധന്യമായ ഈ ജലപാതയിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. ഇതാണ് സമ്പാളൂർ പിൽഗ്രിം ഗേറ്റ്, ചാലക്കുടി പുഴയുടെ തീരത്ത്. ഈ പാലമൊക്കെ കാലം മാറിയപ്പോൾ ഉണ്ടായതാണ്. പണ്ട് ജലപാതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിനി പതുക്കെ സമ്പാളൂർ ദേവാലയത്തിലേക്ക് നടക്കാം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിലേക്ക്. ഇതാണ് ചരിത്രപ്രസിദ്ധമായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ നാമധേയത്തിലുള്ള സമ്പാളൂർ ദേവാലയം. ഈ ദേവാലയത്തിന് മുമ്പിൽ ഈ പായ്വഞ്ചിയുടെ പ്രതീകം എന്തിനാ കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഒരു ജലപാതയുടെ കാര്യം, ഓർമ്മയുണ്ടോ? നമുക്കറിയാം, വിദേശീയർ ഭാരതത്തിലേക്ക് എത്തിയത് ജലപാതകൾ വഴിയാണ്. പണ്ട് 1496 വാസ്കോഡിഗാമ ഭാരതത്തിൽ വന്ന് ഇറങ്ങിയത് പായക്കപ്പലിലായിരുന്നു. അന്ന് ചാലക്കുടി പുഴയും പെരിയാറും ചേർന്നുള്ള ആ ജലപാത ഇവിടെ മാരാങ്കുഴി വരെ എത്തിയിരുന്നു. ആ വഴിയിലൂടെയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും മറ്റു പുണ്യാത്മാക്കളും ഒക്കെ നമ്മുടെ നാട്ടിൽ വന്ന് എത്തിയത്. അങ്ങനെ ധന്യമായ ഈ ജലപാതയിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. ഫ്രാൻസിസ് സേവ്യർ ഈ കടവിലാണ് വന്നിറങ്ങിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മാരാങ്കുഴിയിലേക്കുള്ള വഴിയാണിത്. പിന്നീട് നികന്നുപോയി. ഇത് ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധന്റെ തിരുശേഷിപ്പല്ലേ? അതെ അതെ, ഇത് നമ്മുടെ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധന്റെ തിരുശേഷിപ്പ് നമ്മൾ റോമിൽ നിന്ന് കൊണ്ടുവന്ന തിരുശേഷിപ്പാണ്. അത് സെക്കൻഡ് ഗോവ എന്ന് അറിയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് തന്നെയാണ്. കാരണം വിശുദ്ധന്റെ തിരുശേഷിപ്പ് ഗോവയിലും പിന്നെ ഇവിടെ മാത്രമേ. ഇത് ഈ തിരുശേഷിപ്പ് കൊണ്ടുവന്നത് നമ്മൾ 2006 നവംബർ 17-ാം തീയതിയാണ് ഇതിവിടെ കൊണ്ടുവന്നത്. വിശുദ്ധന്റെ വലതുകരത്തിന്റെ
എല്ലിന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഇവിടെ ഈ തിരുശേഷിപ്പായിട്ട് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഈ തിരുശേഷിപ്പ് ഇവിടെ വന്ന കാലം മുതലേ ഇവിടെയുള്ള ആളുകൾക്ക് വളരെ അനുഗ്രഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേർക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ഒത്തിരി ദമ്പതികർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു, രോഗങ്ങൾ മാറുന്നു, വീട് വെക്കാനുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്നു. അങ്ങനെ ഈ തിരുശേഷിപ്പ് വന്നതോടുകൂടി ഈ സമ്പാളൂർ ഗ്രാമത്തിന് വളരെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പുണ്യവാന്റെ ഈ രൂപത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അച്ഛൻ? തീർച്ചയായിട്ടും ഈ രൂപം, പുണ്യവാന്റെ ഈ രൂപം സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ഒരു രൂപം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രൂപം ഫുള്ളും മരം കൊണ്ടാണ് ഈ രൂപം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ പുണ്യവാൻ എപ്പോഴും ക്രിസ്തുവിന്റെ ഈ കുരിശിലേക്ക് നോക്കിയാണ് വചനം പ്രഘോഷിക്കുന്നതും. പുണ്യവാന്റെ ഒരു കയ്യിൽ ഒരു മണിയും ഉണ്ടായിരുന്നു. കാരണം ഈ മണിയടിച്ച് ഈ വചനം പ്രഘോഷിച്ചാണ് പുണ്യവാൻ എല്ലാ സ്ഥലങ്ങളിലും നടന്നിരുന്നത്. അത് ഈ രൂപം ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ അനുഗ്രഹത്തിന്റെ ഒരു രൂപമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. പുഴയും ഭൂമി നിറയെ നന്മ ചൊരിയും ഈ പുണ്യഭൂമി. ചേട്ടൻ പേരെന്താ? ഫ്രാൻസിസ്. ഇവിടെ ഈ പ്രദേശത്ത് ഫ്രാൻസിസ് എന്നുള്ള പേരിൽ ഒത്തിരി പേരുണ്ടെന്ന് കേട്ടു. ഇത് ഫ്രാൻസിസ് ദേവന്റെ നാമധേയത്തിൽ ആയ ഒരു വീട് ആണ് ജയിച്ചെങ്കിൽ അതിന്റെ പേര് ഫ്രാൻസിസ് എന്നായിരിക്കും. അത് ഇവിടെ തന്നെ ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്. ഫ്രാൻസേ കണ്ടോ, ഫ്രാൻസിസ്മാരുടെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട് ഇവിടെ. എല്ലാവരും ഫ്രാൻസിസ്മാരാണ്. ഈ പള്ളിയിൽ ഇപ്പൊ ഇവിടെ തന്നെ ഇത്രയും പേരുണ്ട്. ഈ സമ്പാളൂർ എന്ന സ്ഥലപ്പേര് എങ്ങനെയുണ്ടായെന്ന് അറിയണ്ടേ? ഈശോസഭ വൈദികർ ഈ സ്ഥലത്ത് വന്ന് അവരുടെ സെമിനാരിയും പ്രസ്സും എല്ലാം സ്ഥാപിച്ചപ്പോൾ അവരുടെ മധ്യസ്ഥനായ പൗലോസ് ലീഹയുടെ നാമമാണ് ഇതിന് കൊടുത്തത്. അതുകൊണ്ട് സാൻ പൗൾ ഊർ, അതായത് വിശുദ്ധ പൗലോസ് ലീഹയുടെ ഊര്, അതായത് നാട് എന്ന അർത്ഥത്തിലുള്ള പേര് സാൻ പൗൾ ഊര് ലോപിച്ച് അവസാനം സമ്പാളൂര്. ചേട്ടാ, ഇവിടെ സേവിയേഴ്സ് കാസലിനുള്ളിൽ എന്താ കാണാൻ പറ്റുക? അതായത് സേവിയേഴ്സ് കാസിൽ എന്ന് പറഞ്ഞാല് 2007 കേരള പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു എക്സ്കവേഷൻ നടത്തിയിരുന്നു. അന്നത്തെ എക്സ്കവേഷനിൽ കണ്ടെത്തിയ ചരിത്രപരമായ അവശിഷ്ടങ്ങളും രേഖകളൊക്കെ ഇതിനകത്ത് തനതായിട്ട് നിലനിർത്തിയിട്ടുണ്ട് വിശ്വാസികൾക്കായിട്ട്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് പോയി കാണാം. ഇത് കണ്ടെത്തിയത് ഈ ജെസ്യൂട്ട് ദേവാലയം ഉണ്ടായിരുന്നു. അത് ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ തകർന്ന ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇതിന് തൊട്ടപ്പുറത്തായിട്ടാണ് അതിന്റെ ദേവാലയത്തിന്റെ അൾത്താര ഇന്നും അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ അൾത്താരയോട് ചേർന്നിട്ട് 2 സ്കെലിറ്റൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ അൾത്താരയോട് ഏറ്റവും ചേർന്ന ഭാഗമായതുകൊണ്ട് തന്നെ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഏതോ കർദിനാൾ അല്ലെങ്കിൽ മെത്രാൻമാർ അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള ഏതോ വിഷയത്തെയൊക്കെ ആവാം. അപ്പൊ അതിന്റെ DNA ടെസ്റ്റിന് വേണ്ടി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ടിന് വേണ്ടി ചരിത്ര പണ്ഡിതന്മാരും വിശ്വാസികളൊക്കെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇനിയും ഇവിടെ ഒത്തിരി ചരിത്ര അവശിഷ്ടങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ നേർസാക്ഷ്യങ്ങളായിട്ട് ഈ 2 സ്കെലിറ്റനും നമ്മൾ നേരെ നിലനിർത്തിയിട്ടുണ്ട്. ഇത് ഈ അൾത്താരയോട് തൊട്ടടുത്ത് വരുന്നത് കാരണമാണ് ഇതിന് അതിന്റെ പ്രാധാന്യം വരുന്നത്. പിന്നെ ഈ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട ദേവാലയമാണ്. അപ്പൊ അതിന്റെ ഈ അവശിഷ്ടങ്ങളും പീരങ്കി ഉണ്ടകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മ്യൂസിയത്തിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിപ്പോ പള്ളിയുടെ ഇനിയിപ്പോ നമുക്ക് ഈ കാസലിൽ പ്രധാനമായിട്ടും കാണാൻ സാധിക്കും. ഇതാണ് ആ ദേവാലയത്തിന്റെ പ്രവേശന കവാടമാണ്. അതിന്റെ ഈ ചവിട്ടുപടികളാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ദേവാലയം തെക്കോട്ട് അഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത്. അതായത് തെക്ക് ഭാഗത്താണ് നമ്മുടെ മാരാങ്കോഴി കപ്പൽശാല ഉണ്ടായിരുന്നത്. ആ കപ്പൽശാല വഴിയായിട്ടാണ് സെന്റ് സേവിയറൊക്കെ വന്നത്. ആ ചാല് വഴി നേരെ കിടന്നിട്ടാണ് പള്ളിക്ക്. അപ്പോ തെക്കിന് അഭിമുഖമായിട്ടായിരുന്നു അന്ന് ആ ജെസ്യൂട്ട് ദേവാലയം സ്ഥിതി ചെയ്തത്. അതിന്റെ പ്രവേശന കവാടത്തിന്റെ കല്ലുകളും ആ പടികളൊക്കെയാണ് ഈ കാണുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ വട്ടക്കല്ല് എന്ന് പറഞ്ഞിട്ട് അന്ന് ഈ വിശ്വാസികൾക്ക് നമുക്ക് കുർബാനൊക്കെ കാണാൻ തിരക്കുള്ള സമയത്ത് വിശ്വാസികളൊക്കെ കണ്ട് ഈ വന്ന് നിന്ന് ബലിയർപ്പിക്കാൻ വേണ്ടി വട്ടക്കല്ല് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങളാണ് നമുക്ക് ഈ നിലനിർത്തിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ആ ഭാഗത്ത് ഒരു ആയുധങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന ഒരു റൂം ഉണ്ടായിരുന്നു. അതായത് പണ്ട് ഈ വിശ്വാസികൾ ഈ കാട്ടുപാതയിലൂടെ ഒക്കെ വരുമ്പോ ഈ വന്യമൃഗങ്ങളുടെ മറ്റ് ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവര് ആയുധങ്ങൾ കരുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പൊ ആ കൊണ്ടുവരുന്ന ആയുധങ്ങൾ ഇവര് കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ സൂക്ഷിച്ചിട്ടാണ് മറ്റ് ഇതിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. അപ്പൊ അതിനുള്ള സൗകര്യം അതിന്റെ അവശിഷ്ടങ്ങളാണ് ആ നിലനിർത്തിയിരിക്കുന്നത്.
അപ്പൊ ഇത് അന്നത്തെ ആ പുരാവസ്തു അതിന്റെ എക്സ്കവേഷനിൽ കണ്ടെത്തിയത് യാതൊന്നും ചെയ്താതെ അതേ തന്മയത്തോടുകൂടി വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കാണിച്ചിരിക്കുന്നതാണ്. മ്യൂസിയത്തിൽ പണ്ട് അർണോസ് പാതിരി ഹാൾ എന്ന് അറിയപ്പെട്ടിരുന്ന ഹാള് ഇപ്പോ കൾച്ചറൽ മ്യൂസിയമായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് ഞങ്ങളുടെ സമ്പാളൂരിന്റെ ചരിത്ര മ്യൂസിയം. അങ്കിളെ, ഇത് ആഞ്ചലോസ് അങ്കിള് ഞങ്ങളുടെ പള്ളിയുടെ ട്രസ്റ്റിയാണ്. അങ്കിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഇത് 18th സെഞ്ചുറിയിലെ ക്രോസാണത്. ടിപ്പു സുൽത്താൻ ആദ്യത്തെ പള്ളി തകർത്ത് കഴിഞ്ഞപ്പോൾ ആ പള്ളി ഞങ്ങൾ ഡഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ സൈഡിൽ നിന്ന് കിട്ടിയ ക്രോസാണത്. ഇത് അതിർത്തിക്കല്ലെന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ഭാഗത്ത് കോയെന്ന് എഴുതിയിട്ടുണ്ട്, ഒരു ഭാഗത്ത് തീന്ന് എഴുതിയിട്ടുണ്ട്. ആ തിരുവിതാംകൂർ കൊച്ചിനെ വിഭജിക്കുന്ന സ്ഥലത്ത് ഇടുന്ന അതിർത്തിക്കല്ല്. ഇത് മാമോദീസ തൊട്ടി. ക്രിസ്ത്യാനികള് 7-ാം ദിവസം വന്നിട്ട് പള്ളിയിൽ കൊണ്ട് മാമോദീസം വെക്കുമ്പോൾ ഈ തൊട്ടിയിലായിരുന്നു പണ്ട് കാലത്ത് നോക്കിക്കൊണ്ടിരുന്നത്. ഇതിനകത്തിരിക്കുന്ന പുരാവസ്തുക്കൾ ഇതിൽ വന്നിട്ട് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചവിട്ടാർമോണിയുടെ ഫെഡൽസാണ് ആ കാണുന്നതെല്ലാം. അതേമാതിരി ആ കാലങ്ങളിൽ വന്നിട്ട് ഉപയോഗിച്ചിരുന്ന ത്രാസ്, അതിന് മഞ്ഞ് എന്നെല്ലാം പറയും, കല്ലായിരുന്നെന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ കല്ല് നമ്മുടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇത് ജോസഫ് കോൺസ്റ്റന്റൈൻ ബസ്കി. ഇദ്ദേഹം ഇറ്റലിയിൽ ജനിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം ഭാരതത്തിൽ വന്ന് സമ്പാളൂർ വന്നു. ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഇദ്ദേഹം പ്രൊഫസറായിരുന്നു. നമ്മൾക്ക് ഇവിടെ വന്നിട്ട് ഒരു പ്രസ് ഉണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ഒരു ആശ്രമം ഉണ്ടായിരുന്നു. ഇവിടെ ഇദ്ദേഹം വന്നിട്ട് തേമ്പാവനി എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് തമിഴിൽ വന്നിട്ട് പ്രശസ്തിയായ ഒരു ബുക്കാണ്. ഇന്ന് ആ ബുക്ക് വന്നിട്ട് തമിഴ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പാഠ്യവിഷയമായിട്ട് ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം എഴുതിയ സ്വന്തം കൈപ്പടയിൽ എഴുതിയ പുസ്തകമാണിത്. ഇദ്ദേഹത്തിന്റെ ഹാൻഡ്റൈറ്റിംഗ് തന്നെ കണ്ടാലറിയാം, വളരെ മനോഹരമായിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ കൂടെ 3-4 പേര് ഒന്നിച്ച് ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്യും. കാരണം ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്താ വരുന്നതെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെ 3-5 പേരുണ്ട്. അവരപ്പോൾ നോട്ട് ചെയ്യും. അത്ര മഹാപണ്ഡിതനാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഈ കാഷായ വസ്ത്രം ധരിച്ചിരിക്കുന്ന വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ ബ്രാഹ്മിൻസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ. അപ്പൊ അവരുടെ ഇടയിൽ വളരെ ഈസി ആയിട്ട് ക്രിസ്തീയ സഭ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ജ്ഞാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു സാഹചര്യത്തിൽ എവിടെ വേണമെങ്കിലും പോകാനുള്ള ഈ അംഗീകാരമാണ് ഈ ഇത് ധരിക്കാനുള്ള അദ്ദേഹത്തിന്റെ മുഖ്യ കാരണം. ഇവിടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ പഴയ പള്ളിയുടെ പഴയ ഭാഗങ്ങളെ കുറിച്ച് എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കാനും. തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ഇതിനു മുമ്പ് നിങ്ങൾ കണ്ട പള്ളി, ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ട പള്ളി, നമുക്കറിയാം ടിപ്പു സുൽത്താന്റെ ആക്രമണം വലിയൊരു ആഘാതമായിരുന്നു ജനങ്ങളെ സംബന്ധിച്ച്. ബാലൻസ് ഉണ്ടായിരുന്ന ജനങ്ങൾ മുഴുവൻ പല സ്ഥലങ്ങളിലേക്കായിട്ട് പലായനം ചെയ്തുപോയി. പിന്നീട് ഇവിടെ ഒരു വിശ്വാസ സമൂഹം കുറെ കാലത്തേക്ക്, ഏകദേശം പറയുകയാണെങ്കിൽ 100 വർഷത്തോളം ഇവിടെ വിശ്വാസ സമൂഹം ഇല്ല. അതിനെ തുടർന്ന് ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം വരാപ്പുഴ മെത്രാപ്പൊലീത്തയായിരുന്ന ബച്ചിനെല്ലി പിതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് വീണ്ടും ഒരു പള്ളിയെക്കുറിച്ച്, വിശ്വാസമതിലുള്ള ആരാധനാലയത്തെക്കുറിച്ച് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അങ്ങനെ ബച്ചിനെല്ലി പിതാവിന്റെ നിർദ്ദേശാനുസരണമാണ് 1862 ഈ ഒരു പള്ളി വീണ്ടും നിർമ്മിക്കപ്പെടുന്നത്, നശിപ്പിക്കപ്പെട്ട പള്ളിക്ക് ശേഷം. ഇതിന്റെ അൾത്താരയുടെ ഭാഗമാണ് നമ്മൾ അതേപോലെ സൂക്ഷിച്ചിരിക്കുന്നത്. വരാപ്പുഴ മെത്രാപ്പൊലീത്തയായിരുന്ന ബച്ചിനെല്ലി പിതാവിന്റെ നിർദ്ദേശപ്രകാരവും പ്രത്യേക താല്പര്യപ്രകാരവുമാണ് 1862 ഈ പള്ളി ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. ആ പള്ളിയുടെ അൾത്താരയുടെ ഭാഗമാണ് ഇന്നും നശിപ്പിക്കപ്പെടാതെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നതിന്റെ പിന്നിൽ ടെക്നിക്കൽ ഹെൽപ്പ് തരുന്നത് കേരള പുരാവസ്തു വകുപ്പിന്റെ സഹകരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ ഉപയോഗിച്ചിരുന്ന സ്റ്റാച്യൂസും അതിന്റെ സക്രാരിയും അതേപോലെ തന്നെ സംരക്ഷിക്കുവാനായിട്ട് ഈ വർഷം നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സമ്പാളനോട് ചെയ്യുന്ന, ചരിത്രപരമായി ചെയ്യുന്ന വലിയൊരു ദൌത്യമായിട്ടാണ് ഞങ്ങൾ ദേവാലയം കാണുക. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് തലത്തിലും മറ്റു പല ഉദ്യോഗസ്ഥരുടെയും പ്രശംസക്ക് കൂടി ഈ ഒരു സംരക്ഷണം കാരണമായി തീരുന്നതെന്ന് ഞങ്ങളെ സംബന്ധിച്ചേറെ സന്തോഷപ്രദമായ ഒരനുഭവമാണ്. ഇവിടെ രണ്ടിടത്തായിട്ടുള്ള ഈ പള്ളിയുടെ അവശിഷ്ടങ്ങൾ തന്നെയായിരിക്കും. ഇതിന്റെ പ്രാധാന്യം എന്തായിരിക്കും? ഇതിനു മുമ്പ് നമ്മൾ കണ്ട പള്ളിയുടെ അവശിഷ്ടങ്ങളാണത്. നമുക്കറിയാം, ആദ്യകാലങ്ങളിലൊക്കെ പുതയോടുകൾ ഉപയോഗിച്ചാണ് ഇതിന്റെ മേൽക്കൂരൊക്കെ നിർമ്മിച്ചിരുന്നത്. ആ പുതയോടുകളാണ് നമ്മൾ ആ ഒരു ഇതിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ അവിടെ നിന്ന് എക്സ്കവേഷനിലൂടെ കണ്ടെത്തിയ ഓട്ട് കഷ്ണങ്ങളും അതിന്റെ ഫ്രണ്ടിലെ കൽപ്പടവിൽ നിന്നുള്ള സാധനങ്ങളൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് പഴയകാലത്തെ പള്ളികളുടെ കവാടത്തിന്റെ സ്റ്റെപ്പിന്റെ സൈഡിലായിട്ട് കാണുന്ന സോപാനക്കല്ലെന്ന് പറയും. ഒരു
സിംഗിൾ കല്ലില് കാർവ് ചെയ്തെടുത്തതാണ്. അത് പഴയകാല ആർട്ടിസ്റ്റിക് മാസ്റ്ററിയുടെ ഒരു സിമ്പിളാണെന്ന് വേണേൽ പറയാം. നമ്മളിപ്പോ കാണുന്നത് ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ നാമാവശേഷമായ ദേവാലയത്തിന്റെ അൾത്താരയുടെ ഒരു ഭാഗമാണ്. ഇവിടുത്തെ ആംഗ്ലോ ഇന്ത്യൻ കൾച്ചറൽ മ്യൂസിയത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ചേച്ചിയുടെ പേരെങ്ങനെ? എന്റെ പേര് ഷേർലി സിമേലി. ഇതൊക്കെ പഴയ ആംഗ്ലോ ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമാണ് ഈ ഡ്രസ്സൊക്കെ? പഴയ കാലങ്ങളിൽ പാരമ്പര്യമായിട്ട് ആംഗ്ലോ ഇന്ത്യൻസ് ധരിക്കുന്ന ഡ്രസ്സാണ്. ഇപ്പോൾ കുറച്ച് ആളുകൾ മാത്രമേ ഈ ഡ്രസ്സുകൾ ധരിക്കുന്നുള്ളൂ. പരമ്പരാഗതമായി പഴയ ആൾക്കാർ മാത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഡ്രസ്സിനെ കവായം, ഇത് മുണ്ടുന്നുണി എന്ന് പറയുന്നു. ഇത് കുറച്ച് ആളുകൾ ഇപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ അങ്കിൾ. ഷേർലി ചേച്ചി ഞങ്ങളോട് ഈ പരമ്പരാഗത ഡ്രസ്സുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോ ഇതിനെ കുറിച്ചൊക്കെ അങ്കിളൊന്ന് പറയാമോ? ഇത് പിന്നെ ഈ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഈ കവായം തുണിയിൽ ഉപയോഗിക്കുന്ന അർലിക്കമാരിയാണ് കാണുന്നത്. പിന്നെ മുമ്പ് ഇവര് മുടിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തൂശി എന്ന് പറയും. വെള്ളിത്തൂശി, പൊന്നും തൂശി, ഇങ്ങനെയുള്ള തൂശികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ വെള്ളിത്തൂശിയാണ് ഈ കാണുന്നത്. പിന്നെ കൊത്തിന എന്ന് പറയുന്ന ഒരു മാലയാണ്. ആ കൊത്തിന മാലയാണ് ഇത്. അതേപോലെ തന്നെ കമ്പിത്തൂശിയാണ് ഇത്. ഇത് ഓരോരോ പരിപാടികളുടെ ഇതനുസരിച്ചിട്ടാണ് ഇവര് ഉപയോഗിക്കുന്നത്. പൊന്നും തൂശിയൊക്കെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കും. പിന്നെ വെള്ളിത്തൂശി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ആംഗ്ലോ ഇന്ത്യൻസിന്റെ ഇടയിൽ പ്രചാരത്തിലുള്ള വെഡ്ഡിംഗ് ഡ്രസ്സുകളാണ് ഇതെല്ലാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ സ്റ്റാച്യുവിന് മുമ്പിലാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു വൈദികനാകാൻ ആഗ്രഹിച്ചിരുന്നു. ലിസ്ബണിൽ ജനിച്ച അദ്ദേഹം ഇന്ത്യയിലെത്തി പൗരോഹിത്യ പട്ടവും സമ്പാളിൽ വെച്ചാണ് സ്വീകരിച്ചത്. തന്റെ ഒരു യൂറോപ്യനായി ജനിച്ച അദ്ദേഹം ഇന്ത്യൻ വസ്ത്രം സ്വീകരിച്ച്, കാഷായ വസ്ത്രം സ്വീകരിച്ച്, തന്റെ പേരും ജോൺ ബ്രിട്ടോ എന്നുള്ള പേര് മാറ്റി സ്വാമി അരുളാനന്ദം എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹം തന്റെ പ്രവർത്തന ഫലമായിട്ട് വളരെയധികം ആളുകൾ ക്രിസ്തുമതത്തിലേക്ക് കടന്നു വരികയും താണ്ഡവന രാജകുമാരൻ എന്നൊരു രാജകുമാരൻ തന്നെ ക്രിസ്തുമതത്തിലേക്ക് കടന്നു വരുവാനായിട്ടും ജോൺ ബ്രിട്ടോയുടെ പ്രവർത്തനങ്ങൾ കാരണമായി. അതിനാൽ തന്റെ കുടുംബാംഗങ്ങൾ ജോൺ ബ്രിട്ടോയ്ക്ക് എതിരായി തീരുകയും അദ്ദേഹത്തിന്റെ ശിരച്ഛേദനത്തിന് ഉത്തരവിടുകയും ചെയ്തു. 1693 വിശുദ്ധ ജോൺ ബ്രിട്ടോ ഒരിയൂർ എന്ന നദിയുടെ കരയിലേക്ക് തന്റെ ശിരച്ഛേദനത്തിനായിട്ട് പടയാളികളാൽ കൊണ്ടുപോകപ്പെടുകയും ചെയ്തു. താടിയും ശിരസ്സും ശരീരത്തോട് ചേർന്ന് വലിച്ചുകെട്ടി അദ്ദേഹത്തിന്റെ ശിരസ് ഛേദിച്ചാണ് ജോൺ ബ്രിട്ടോയെ രക്തസാക്ഷിയാക്കുന്നത്. അദ്ദേഹത്തിന്റെ രക്തം വീണ ആ മണ്ണ് ഇന്നും അദ്ദേഹത്തിന്റെ രക്തത്താല് നനഞ്ഞ മണ്ണായിട്ട് ചുവന്ന നിറത്തിൽ നിന്നും കാണപ്പെടുന്നു. ഈ മണ്ണ് ചുവന്ന മണ്ണ് അഥവാ റെഡ് സാൻഡ് എന്ന് അറിയപ്പെടുന്നു. വിശുദ്ധ ജോൺ ബ്രിട്ടോ രക്തസാക്ഷിത്വം വരിച്ച ഒറിയൂരിലെ മണ്ണ്, അദ്ദേഹത്തിന്റെ രക്തം വീണ് ചുവന്ന ആ മണ്ണ് റെഡ് സാൻഡ് എന്ന് അറിയപ്പെടുന്നു. അത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. പണ്ടു മുന്നോ കാടം കൊണ്ടു ഇത് അർണോസ് പാതിരി എന്ന സാഹിത്യകാരൻ, സമ്പാളൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം. പുത്തമ്പാന എന്ന ഒറ്റക്കാവ്യം മതി ഈ അർണോസ് പാതിരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വത്തെ മനസ്സിലാക്കുവാനായിട്ട്. മനുഷ്യ ഹൃദയങ്ങളിൽ മാതൃസ്നേഹത്തിന്റെ ശീലം ഉണർത്തിയ പുത്തൻപാന കേരള സഭാ സമൂഹത്തെ എല്ലാ ഭവനങ്ങളിലും നോമ്പുകാലത്ത് ആലപിക്കപ്പെടുന്ന ഒരു കാവ്യസമാഹാരമാണ്. കേരള ചരിത്രത്തിൽ സംസ്കൃത നിഘണ്ടു എഴുതിയത് ഈ അടുത്ത കാലത്താണ്. 2002 ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സംസ്കൃത നിഘണ്ടു കണ്ടെത്തിയത്. അതിപ്പോ സ്പെയിനിലെ ലുവേ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് അത് കണ്ടെത്തി അത് ഓൺലൈൻ എഡിഷനായിട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത്രയേറെ ഈടുറ്റ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഈ അർണോസ് പാതിരി എന്ന് പറയുന്ന മഹാ സാഹിത്യകാരൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരള സാഹിത്യ ചരിത്രത്തിലെ ആദ്യത്തെ ഗദ്യ സാഹിത്യകാരനെന്നോ അതുമല്ല എങ്കിൽ ആദ്യത്തെ സന്ദേശകാവ്യകർത്താവെന്നൊക്കെ പറയാൻ തക്ക വിധത്തിൽ അത്രയേറെ ഉന്നതിയുള്ള ഒരു വ്യക്തിത്വമാണ് ഈ ജർമ്മൻകാരനായ അർണോസ് പാതിരി എന്ന് പറയുന്ന മനുഷ്യൻ. അർണോസ് പാതിരി തിരുപ്പട്ടമേറ്റത് സമ്പാളൂരിലെ ഈ സെമിനാരിലാണ് എന്നത് സമ്പാളൂരിലെ ചരിത്രത്തിലെ പൊന്തൂലായി വിരാജിക്കുന്ന ഒരു സത്യം തന്നെയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരള സാഹിത്യ ചരിത്രത്തിലോ സഭാചരിത്രത്തിലോ വേണ്ടത്ര പ്രാധാന്യം നൽകപ്പെടാതെ പോകുന്ന ഒരു വ്യക്തിത്വമാണ് അർണോസ് പാതിരിയുടെ. ആദ്യത്തെ സന്ദേശകാവ്യകാരൻ എന്ന നിലയിലോ നലം തികഞ്ഞ സാഹിത്യകാരൻ എന്ന നിലയിലോ അല്ലെങ്കിൽ നിഘണ്ടുവിന്റെ കർത്താവ് എന്ന നിലയിലൊക്കെ ഇനിയും ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളും ഗവേഷണം നടത്തപ്പെടേണ്ടതുണ്ട്. കേരള ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായ പങ്കുവരേണ്ട ഒരു വ്യക്തിത്വമാണ് അർണോസ് പാതിരിയുടെ. നലം തികഞ്ഞ ഈ സാഹിത്യകാരനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ
ആരും മുന്നോട്ട് വരുന്നില്ല എന്ന വലിയൊരു ദുഃഖം കൂടി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുണ്ട്. ടിപ്പുവിന്റെ പടയോട്ടത്തിൽ തകർക്കപ്പെട്ട പള്ളിയോടൊപ്പം തന്നെ ഒരു പഴയ കിണറുണ്ടായിരുന്നു. ഈ പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ ഭൂമി താഴ്ത്തി നോക്കിയപ്പോഴാണ് നമുക്ക് ഈ പുതിയ കിണർ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ മാമോദീസ മുഖ്യമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കിണർ നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനി പുതിയ ദേവാലയത്തിന്റെ മാമോദീസ തൊട്ടിൽ ഇതിന്റെ അടുത്ത് തന്നെ നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ്. സ്പെയിനിൽ നിന്നും സുവിശേഷ വേലയ്ക്കായി എത്തിയ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ജോൺ ബ്രട്ടോ, അർണോസ് പാതിരി, ജോസഫ് ബുസ്കി, ഈ പുണ്യാത്മാക്കളുടെ പാദങ്ങളാൽ അനുഗ്രഹീതമായ സമ്പാളൂരിലെ ഈ മണ്ണും ഈ അന്തരീക്ഷവും നമ്മളിലും അനുഗ്രഹത്തിന്റെ നിറവുണ്ടാക്കട്ടെ. കൂടുതൽ പുണ്യഭൂമികളിലേക്ക് ഇനിയും യാത്ര ചെയ്യാം. അതുവരെ പ്രാർത്ഥനയോടെ.